Hi. Today we will continue the discussion on ledger posting. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജേർണൽ എൻട്രി എഴുതി ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ പഠിച്ചു. നമുക്കത് ഒരു ചെറിയ പ്രോബ്ലത്തിലൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. സെയിം ടോപ്പിക്. അപ്പോൾ ഇവിടെ ഞാൻ ജേർണൽ എൻട്രീസ് എഴുതിയിട്ടുണ്ട്. ആ ജേർണൽ എൻട്രിയുടെ ട്രാൻസാക്ഷൻസ് ഇല്ല. ജേർണൽ എൻട്രീസ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. ഞാൻ പറയാം, അത് നരേഷനിൽ ആ ട്രാൻസാക്ഷൻ്റെ നേച്ചർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ജേർണൽ എൻട്രി ആയിട്ട് എടുത്തിട്ട് അതെങ്ങനെ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക, അത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് ലിസൺ. ഇവിടെ ജേർണലിൽ 2019 January 1st ആദ്യത്തെ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 1 lakh ടു ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh. അപ്പോൾ ക്യാഷ് വന്നു, അത് ഓണർ തന്നു. അപ്പോൾ ട്രാൻസാക്ഷൻ എന്താണ്? ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ടഡ് എന്ന ട്രാൻസാക്ഷൻ്റെ ജേർണൽ എൻട്രിയാണ്. അത് നരേഷനായിട്ട് എഴുതിയിട്ടുണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് നിങ്ങൾക്കറിയാം പോകുമ്പോഴാണ് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്, ഗിവിങ് ആസ്പെക്ട്. ആ പൈസ ബാങ്ക് റിസീവ് ചെയ്തു, ഡെബിറ്റ് ദ റിസീവർ, ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. അതാണ് ട്രാൻസാക്ഷൻ. അത് നരേഷനായിട്ട് എഴുതി. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു ക്യാഷ് അക്കൗണ്ട് 20,000. വാട്ട് ഇസ് ഇറ്റ്? ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. അപ്പോൾ ഗുഡ്സ് വന്നു, പർച്ചേസ് ഡെബിറ്റ്, കയ്യിൽ നിന്ന് ക്യാഷ് പോയി, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് പർച്ചേസസ് ഡെബിറ്റ്. അടുത്തത് ക്യാഷ് സെയിൽസ്. ക്യാഷ് വന്നു, ക്യാഷ് ഡെബിറ്റ് ടു സെയിൽസ്, സെയിൽസ് ക്രെഡിറ്റ് എന്ന് പറയും. അപ്പോൾ ക്യാഷ് ഡെബിറ്റ്, സെയിൽസ് ക്രെഡിറ്റ്. ക്യാഷ് വന്നു, ഗുഡ്സ് പോയി. അപ്പോൾ ക്യാഷ് ഡെബിറ്റ്, സെയിൽസ് ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് സെയിൽസ് എന്നും അതിനെ അക്കൗണ്ടൻസിയിൽ പറയും. അടുത്തായിട്ട് വരുന്നത് സാലറീസ് പെയ്ഡ്. സാലറീസ് പെയ്ഡ് ആണ്. സാലറീസ് അക്കൗണ്ട് ഡെബിറ്റ് 15,000 ടു ക്യാഷ് അക്കൗണ്ട് 15,000. വാട്ട് ഇസ് ഇറ്റ്? സാലറി കൊടുക്കുമ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ്. സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ഡെബിറ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നു വാല്യൂ ഓഫ് സർവീസ് റിസീവ്ഡ് ആണ് സാലറി. അതുകൊണ്ട് സാലറി ഡെബിറ്റ് ടു ക്യാഷ്. അപ്പോൾ സാലറീസ് പെയ്ഡ്. ഇപ്പോൾ ഈ ജേർണൽ എൻട്രി എഴുതി. ഇനി ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എത്ര അക്കൗണ്ട് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യണം. 1 ക്യാഷ് അക്കൗണ്ട്, 2 ക്യാപിറ്റൽ അക്കൗണ്ട്, 3 ബാങ്ക് അക്കൗണ്ട്, 4 പർച്ചേസസ് അക്കൗണ്ട്, 5 സെയിൽസ് അക്കൗണ്ട്, 6 സാലറീസ് അക്കൗണ്ട്. 6 അക്കൗണ്ട് ഉണ്ട്. റിപ്പീറ്റേഷൻ ഇല്ലാതെ വേണം കൗണ്ട് ചെയ്യാൻ. ക്യാഷ്, ക്യാപിറ്റൽ, ബാങ്ക്, പർച്ചേസ്, സെയിൽസ് ആൻഡ് സാലറി, അങ്ങനെ 6 അക്കൗണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ 6 അക്കൗണ്ട്സ് ലെഡ്ജറിൽ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ലെഡ്ജറിൽ ക്യാഷ് അക്കൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF rupees, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF rupees, ക്യാഷ് അക്കൗണ്ട്. ദെൻ സെയിം വേ ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ബാങ്ക് അക്കൗണ്ട്, ദെൻ പർച്ചേസ് അക്കൗണ്ട്, ദെൻ സെയിൽസ് അക്കൗണ്ട് ആൻഡ് സാലറീസ് അക്കൗണ്ട്. ഇത്ര അക്കൗണ്ട്സ് നമ്മൾ ഡ്രോ ചെയ്തു. ഇനി നമ്മൾ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ജേർണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അതിൻ്റെ അർത്ഥം എന്താ? ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അക്കൗണ്ട് ഫസ്റ്റ് എടുക്കുക, അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരിക. ഏത് അക്കൗണ്ടിനെയാണോ ഡെബിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് വരിക. DR ഡെബിറ്റ്. ഇവിടെ ഡേറ്റ് എഴുതുക, 2019 January 1st ഡേറ്റ് എഴുതുക. ഇവിടെ ടു ക്യാപിറ്റൽ. ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷിനെയാണ്. അപ്പോൾ ക്യാഷിൻ്റെ ഡെബിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്രെഡിറ്റ് ആയിട്ട് ഇതിൻ്റെ പേര് ടു ക്യാപിറ്റൽ 1 lakh എന്നെഴുതി. ഇപ്പം ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് എവിടെയാണ് കൊടുക്കേണ്ടത്? ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ക്യാപിറ്റലിലാണ്. അപ്പോൾ നാച്ചുറലി ഇവിടെ ടു ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റലിൽ നമ്മൾ ബൈ ക്യാഷ് 1 lakh എന്നെഴുതി. അപ്പോൾ നോക്കൂ, ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, അതിനകത്ത് ടു ക്യാപിറ്റൽ 1 lakh എന്നെഴുതി. ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു, അവിടെ നമ്മൾ 2019 January 1st ബൈ ക്യാഷ് 1 lakh എന്നെഴുതി. അപ്പോൾ ക്യാഷിന് ഡെബിറ്റ്, ക്യാപിറ്റലിന് ക്രെഡിറ്റ്. അപ്പോൾ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണോ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ, ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണോ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. പക്ഷേ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഓപ്പോസിറ്റ് ഐറ്റത്തിൻ്റെ പേര് എഴുതണം. ഡെബിറ്റിൽ എഴുതുമ്പോൾ 2 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്രെഡിറ്റിൽ എഴുതുമ്പോൾ ബൈ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ 2ഉം ബൈയും എഴുതുന്നത് ഈ അക്കൗണ്ടുകൾ തമ്മിലുള്ള കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നൗ ടേക്ക് ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ജേർണൽ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 40,000. So 2 accounts affected are bank account and cash account. So take bank account and cash account. Bank account എന്ത് ചെയ്യണം?
ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഇപ്പോൾ 2019 ജാനുവരി 3 ആണ് വരുന്നത്. ഇവിടെ ടു ക്യാഷ്, അതായത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എമൗണ്ട് 40,000 ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏതിനെയാണ്? ക്യാഷിനെയാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അതിൻ്റെ ക്രെഡിറ്റ് സൈഡ്, ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണോ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നു. മറ്റേ അക്കൗണ്ടിൻ്റെ പേര് ബൈ ബാങ്ക് 40,000 പോസ്റ്റ് ചെയ്തു. അടുത്തതിലേക്ക് പോകുന്നത് നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് 20,000 എന്നുള്ളതാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് 20,000 എങ്ങനെ ചെയ്യും? പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. പർച്ചേസിന് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ്. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ഡേറ്റ് 5th ആണ്, 2019 ജാനുവരി 5th ടു ക്യാഷ്. പർച്ചേസിന് ഡെബിറ്റ് 20,000, ക്യാഷിനാണ് ക്രെഡിറ്റ്. അപ്പോൾ ക്യാഷിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നു ഡേറ്റ് 5th ബൈ പർച്ചേസസ് 20,000 എന്ന്. അടുത്ത ജേണൽ എൻട്രിയിലേക്ക് വരുന്നു ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 40,000 ടു സെയിൽസ്. അപ്പോൾ ഏതൊക്കെ വരും? ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ്, സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് 7th ടു സെയിൽസ്, ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു ടു സെയിൽസ് 40,000. ഇനി ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? സെയിൽസ്. അപ്പോൾ സെയിൽസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് 40,000. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഏതിനെ ഡെബിറ്റ് ചെയ്യണം? സാലറീസിനെ ഡെബിറ്റ് ചെയ്യണം. ദ സാലറീസ് ഡെബിറ്റ് അക്കൗണ്ട് ഫസ്റ്റ് എടുത്തു. സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ഡേറ്റ് സേ ഫോർ എക്സാമ്പിൾ 10th ടു ക്യാഷ് 15,000. സാലറി ഡെബിറ്റ് ചെയ്തു ടു ക്യാഷ്. ഇനി ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ സാലറീസ് 15,000. ഇങ്ങനെയാണ് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജേണൽ ടു ലെഡ്ജർ പോസ്റ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ അക്കൗണ്ടുകൾ പോസ്റ്റ് ചെയ്യാൻ പഠിച്ചത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക് ആൻഡ് വി വിൽ കണ്ടിന്യൂ ദ സെയിം പ്രോബ്ലം with a different topic in the next class. Okay, bye.